കണ്ണൂർ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്ന് നിയമസഭയെ തന്നെ പ്രക്ഷുബ്ധമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് അരങ്ങേറിയത്. ബി കുഞ്ഞികൃഷ്ണന്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം സംരക്ഷണം ഒരുക്കുമെന്ന പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഇന്ന് സഭയിൽ. അത് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി കടന്നതോടുകൂടി തന്നെ വലിയ ശക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് സഭ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ടി ഐ മധുസൂദനൻ MLA യുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ മർദ്ദനം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു. സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇതിനെ തുടർന്ന് അരങ്ങേറിയത്. ഈ നോട്ടീസ് പരിഗണനാ യോഗ്യമല്ല എന്നാണ് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. വിഷയം സബ്മിഷനായി ഉന്നയിക്കാനുള്ള അനുമതിയാണ് സ്പീക്കർ നൽകിയത്. സ്പീക്കറുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം നിയമസഭയിൽ അല്ലാതെ എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ CPM എപ്പോൾ പ്രതിരോധത്തിലാകുന്നോ അപ്പോഴൊക്കെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ചർച്ച ഒഴിവാക്കി കൊടുത്തതെന്ന വിമർശനം കൂടിയാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉയർത്തിയത്. ഈ വി കുഞ്ഞികൃഷ്ണന്റെ ഈ ആരോപണം ഉയർത്തിയ വി കുഞ്ഞികൃഷ്ണന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കുഞ്ഞികൃഷ്ണന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നൊരാവശ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. കുഞ്ഞികൃഷ്ണന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുമ്പോൾ തന്നെ തങ്ങൾ സംരക്ഷണയും പിന്തുണയും നൽകും എന്ന കാര്യവും പ്രഖ്യാപനവും കൂടി പ്രതിപക്ഷ നേതാവ് നടത്തുകയാണ്. അതൊരു രാഷ്ട്രീയ പിന്തുണയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയത്. ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല. പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ വിഷയങ്ങളാണ് പുറത്തു വരുന്നത് എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. അതിനോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നത്. CPM പുറത്താക്കിയ കുഞ്ഞികൃഷ്ണന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്നതായിരുന്നു KK രമ MLA ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വന്നത്. 2005-ൽ 5 കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട്. അന്ന് ഈ വിഷയങ്ങൾ തങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നുവെന്നും KK രമ ഇന്ന് പറഞ്ഞു. ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിന്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2005-2006 കാലഘട്ടം CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം.
കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയയാളുടെ ബൈക്ക് കത്തി നശിച്ച നിലയിൽ കൂടി ഇന്ന് കണ്ടെത്തി. ഏതൊക്കെ തരത്തിലാണ് ഒരു പരാതി ഉന്നയിച്ച ആളെ വേട്ടയാടുന്നത് എന്നതിന്റെ യഥാർത്ഥ ലക്ഷണവും സൂചനയുമാണ് ഈ സംഭവം നൽകുന്നത്. വെള്ളൂർ സ്വദേശി പ്രസന്നന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. ഇന്നലെ പയ്യന്നൂർ വെള്ളൂരിൽ നടന്ന കുഞ്ഞികൃഷ്ണൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത ആളാണ് ഈ പ്രസന്നൻ എന്ന് പറയുന്നയാൾ. ഇന്ന് രാവിലെയാണ് ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. കത്തി നാമാവശേഷമായി ആ ബൈക്ക് എന്നതാണ് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ പരാതി പറയുന്നവർക്കെതിരെ ഒപ്പം തന്നെ അവരെ അനുകൂലിക്കുന്നവർക്കെതിരെയും ഒക്കെ പ്രതികാര നടപടികൾ നടക്കുന്നു എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഫണ്ട് തട്ടിപ്പ് ആരോപണം നേരിടുന്ന MLA സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് തിരിച്ചടിക്കുകയാണ് സഭയിൽ ഇപ്പോൾ ഭരണപക്ഷം ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തായാലും വരും ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണ ആവശ്യം ഉന്നയിച്ചുള്ള ശക്തമായ സമരങ്ങൾക്കാകും എന്തായാലും പ്രതിപക്ഷം നീക്കം നടത്തുക. കൃത്യമായി വിശദീകരിക്കാനാകാതെയും പരാതിക്കാരനെതിരെ നടപടിയെടുത്തും മുൻകാലങ്ങളിലെ തെറ്റ് ആവർത്തിക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് ഈ നിലപാട് എന്നതുകൂടി നമ്മൾ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.